ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മെ അല്പം ആശങ്കാജനകമാക്കുന്ന വിവരങ്ങളാണ്. GCC രാജ്യങ്ങളിൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ബഹ്റൈനിൽ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിൽ കുട്ടികളടക്കം 32 പേർക്കാണ് പരിക്ക് പറ്റിയത്. മനാമയുടെ തെക്ക് ഭാഗത്ത് സിത്ര നഗരത്തിലാണ് ആക്രമണം ഉണ്ടായത്. 4 പേരുടെ അവസ്ഥ ഗുരുതരമെന്ന് ബഹ്റൈൻ ഹെൽത്ത് ഏജൻസി അറിയിച്ചു. അതേസമയം സൗദിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഭാരതീയന് പരിക്കേറ്റു. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, ആശങ്കാജനകമായ വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മലയാളികളുടെ രണ്ടാം വീടാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. മലയാളികളെന്നല്ല, ഭാരതീയർ ഒട്ടുമിക്ക പേരുമുള്ള സ്ഥലമാണ് ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നത്. അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണോ? ഒപ്പം ഇറാൻ പറയുന്നുണ്ടല്ലോ തങ്ങൾ അമേരിക്കയ്ക്ക് നേരെ മാത്രമാണ് ആക്രമണം നടത്തുന്നത് എന്ന്. പക്ഷേ അവിടുത്തെ സാധാരണക്കാർക്കും നേരെയും ആക്രമണം നടത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ബഹ്റൈനിൽ പരിക്കേറ്റവരെ പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ആരോഗ്യനില എങ്ങനെ തുടരുന്നു? ഈ ഇറാൻ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇറാന്റെ പ്രസിഡന്റാണ്. പക്ഷേ പ്രസിഡന്റിന് IRGC എന്ത് ചെയ്യുന്നു, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ത് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ ആക്രമണം നടത്തുന്നു എന്നതിനെപ്പറ്റി ഒരു കൺട്രോളുമില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അവിടെയുള്ള ഒരു അധികാരങ്ങളുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ തുടർച്ചയായി GCC രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ നടത്തിയ ആക്രമണത്തിൽ, അവിടുത്തെ എയർപോർട്ടിൽ നടത്തിയ ആക്രമണത്തിൽ 2 ബോർഡർ പെട്രോൾ ഗാർഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന 2 സൈനികർ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയും തുടർച്ചയായി GCC രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായി, പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചിലയിടങ്ങളെങ്കിലും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൽ 32 പേർക്ക്, കുട്ടികളടക്കമുള്ള 32 പേർക്ക് പരിക്ക് പറ്റിയെന്നുള്ളതാണ് ബഹ്റൈൻ പബ്ലിക് ഹെൽത്ത് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നുള്ളത് ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക്, അതായത് ബഹ്റൈൻ പെട്രോളിയം കമ്പനിയുടെ ഒരു ഫെസിലിറ്റിക്ക് തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എണ്ണക്കിണറുകൾക്ക് തീ പിടിച്ചിരിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ബഹ്റൈനിൽ നിന്ന് എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിൽ ഉണ്ടായിട്ടുള്ള ചില ആക്രമണങ്ങളിലാണ്. ആക്രമണങ്ങളിൽ പരിക്ക് പറ്റിയ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നുള്ള വസ്തുത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സൗദി അധികൃതരുമായി കൂടുതൽ ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പാക്കാനടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 ബംഗ്ലാദേശ് പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സിവിലിയൻ കേന്ദ്രങ്ങളിൽ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രങ്ങളിൽ, എയർപോർട്ടുകൾ പോലെയുള്ള മേഖലകളിലൊക്കെ GCC രാജ്യങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് സിവിലിയൻ ലൈഫിന് നാശനഷ്ടമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന അറബ് ലീഗിന്റെ യോഗത്തിൽ ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തുന്നതിന് ഒരു സംയുക്ത സേന രൂപീകരിക്കണമെന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ ഈ രീതിയിലുള്ള പ്രകോപനവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ GCC രാജ്യങ്ങൾ കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു. അവിടെ ഒരു സുപ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇറാന് പുതിയ പിൻഗാമിയൊക്കെ ആയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആരെങ്കിലും വരച്ച വരയിൽ ഇറാൻ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ ഈ യുദ്ധം സമവായത്തിൽ എത്തിക്കാം? ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒത്തുതീർപ്പുകളിലേക്ക് പോകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഇനി GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒത്തുതീർപ്പിന് അമേരിക്കയോടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുമോ എന്നുള്ള ചിന്തകൾ ഇറാൻ ഉണ്ടോ എന്നുള്ള വിലയിരുത്തലുകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു ചിന്തകളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇറാനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് IRGC ആണ് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാരണം GCC രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയന്റെ വാക്കുകൾ ഒരു വിലയുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ. GCC രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന IRGC ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഈ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമൈനി വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് മുജ്തബയെ ഏതെങ്കിലും രീതിയിൽ ഒരു പരമോന്നത നേതാവാക്കാൻ അവിടുത്തെ വിദഗ്ധ സമിതിക്ക് ആദ്യഘട്ടത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവിടുത്തെ ഈ ഷിയൈറ്റ് ക്ലർജിക്ക്, പുരോഹിത സമൂഹത്തിന് ഏതെങ്കിലും വിധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീട് IRGC ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും പല എതിർ നിലപാടുകളുള്ള പല പണ്ഡിതന്മാരെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വിദഗ്ധ സമിതിയുടെ യോഗം ചേർന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. ടെഹ്റാനിൽ തന്നെയുള്ള പല ക്ലർജികളെയും അല്ലെങ്കിൽ പല പുരോഹിതന്മാരെയും വിഷയം അറിയിക്കാതെ, ഇത്തരമൊരു യോഗം ചേരുന്നതായി അറിയിക്കാതെ 3-2 88 അംഗ വിദഗ്ധ സമിതിയുടെ 3-2 കോറം തികച്ചുകൊണ്ട് അതിലുള്ള ഭൂരിഭാഗം ആളുകളെയും കൊണ്ടും ഒരു തീരുമാനമെടുപ്പിച്ച് അത്തരത്തിലാണ്
ഇപ്പോൾ മുജ്തബ ഖമേനിയെ ഇറാന്റെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. മുജ്തബയ്ക്ക് IRGC-യിലും അതോടൊപ്പം തന്നെ സായുധ സഖ്യമായ ബാഷിദിലും അടക്കമുള്ള നിർണായക സ്വാധീനം ഇതിനായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ പോലും ഇറാനിലെ ഷിയൈറ്റ് സമൂഹത്തിൽ പോലും പൂർണ്ണമായും അവിടുത്തെ പുരോഹിതരടക്കം പൂർണ്ണമായ പിന്തുണ ഇല്ലാതെ ഇറാന്റെ പരമോന്നത നേതാവാകാൻ മുജ്തബയ്ക്ക് കഴിഞ്ഞത് IRGC എന്ന് പറയപ്പെടുന്ന ഇറാനിലെ ഇസ്ലാമിക ഭരണം നിലനിർത്താനുള്ള അത് തന്നെയാണ് പ്രജിത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത വിവരപ്രകാരം IRGC-യുടെ സമ്മർദ്ദം മൂലം മാത്രമാണ് മുജ്തബ ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവായി മാറിയിരിക്കുന്നത്.